കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം MD വാസുദേവൻ നായരുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് ചില സിനിമകൾ ഇറങ്ങുന്നതിനോടനുബന്ധമായിട്ട് സംവിധായകന്മാരെ അവർക്ക് ഒരു പുരസ്കാരം കൊടുത്തുകൊണ്ട് ആദരിക്കുന്ന ഒരു ചടങ്ങ് നടക്കുന്നതിൻ്റെ വേളയിൽ രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കാനായിട്ട് ആസിഫ് അലി വന്നപ്പോൾ ആസിഫ് അലിയെ അപമാനിച്ചു എന്ന് പറയുന്ന ആ ഒരു സംഭവം വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി. രമേശ് നാരായണൻ്റെ ആ ഒരു വീഡിയോ, അത്രയും പോർഷനിലുള്ള ആ ഒരു വീഡിയോ ഇതിനോടകം തന്നെ രമേശ് നാരായണനെതിരെ ഒരു ഫാൻസ് ബേസിലും അല്ലാതെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേജുകളും ഒരു കൂട്ടായ്മയായിട്ട് ഒക്കെ പ്രതിഷേധങ്ങൾ അറിയിച്ചുകൊണ്ടും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുമുള്ള സംസാരങ്ങളും ചർച്ചകളൊക്കെ തുടങ്ങിപ്പോകുന്നു. ഈ വിഷയത്തെ മതപരമായിട്ടൊക്കെ വ്യാഖ്യാനിക്കാനും കൂടിയൊക്കെ ശ്രമിച്ചു പോകുന്നു. അതൊക്കെ നോക്കിക്കണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ ആസിഫ് അലി മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ആസിഫ് അലി പറയുന്നത്, രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തിത്വം, അദ്ദേഹം എന്നെക്കാളും ഒരു സീനിയറാണ്. അദ്ദേഹം എന്നെ വിളിച്ച് മാപ്പ് പറയേണ്ട അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് വളരെയധികം വേദനയാകുന്നു എന്ന് ആസിഫ് അലി പറയുന്നു. അതുപോലെ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, രമേശ് നാരായണനെതിരെയുള്ള ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഒരു അറ്റാക്കിങ് അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, അത് ശരിയല്ല. അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായിട്ടുള്ള പിരിമുറുക്കത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കുറേ കാര്യങ്ങളുടെ നടുവിലായിരുന്നു രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പാടിയിട്ടുള്ള സിനിമയുടെ, അദ്ദേഹം സംഗീതം ചെയ്തിട്ടുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകരെ പ്രശംസിച്ചപ്പോൾ പോലും ഇദ്ദേഹത്തിൻ്റെ പേര് വിളിക്കാതെ ഇരുന്നത് തന്നെ ഒരു വലിയൊരു വീഴ്ചയിൽ അദ്ദേഹം അതവിടെ ഒരു പിരിമുറുക്കത്തിലിരിക്കവേ അവസാനം ഇത് അറിഞ്ഞുകൊണ്ട് അണിയറ പ്രവർത്തകർ പുരസ്കാരം കൊടുക്കാമെന്ന് രീതിയിലെത്തിയപ്പോൾ ആ ഒരു പേര് തെറ്റിക്കുന്നത്, നമ്മൾ ഇന്നലെ അതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ കാണാൻ നോക്കും. അപ്പോൾ രമേശ് നാരായണൻ്റെ പേര് മാറ്റി പറയുകയും അതിൻ്റെയും കൂടിയൊക്കെ പിരിമുറുക്കവും എല്ലാം കൂടിയൊക്കെ ആയപ്പോൾ എന്നെ ആർക്കും അറിയില്ലല്ലോ എന്നുള്ള ഒരു തരത്തിലെത്തിയപ്പോൾ ആസിഫ് അലി ഈ പുരസ്കാരം കൊടുക്കാൻ വന്നപ്പോൾ ഒരു കരുവായി പോയി. അതിൽ എനിക്ക് കുറ്റബോധമില്ല എന്നുള്ളതാണ് ആസിഫ് അലി പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കുഴപ്പവുമില്ല എന്ന് സ്വയമേ ആസിഫ് അലി പറയുമ്പോൾ ആസിഫ് അലിക്ക് താങ്ങായിട്ട് ആ സമയത്ത് നിന്നവർ ഈ പറഞ്ഞ രമേശ് നാരായണനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. നല്ല രീതിയിലുള്ള ഒരു പക്വതയാർന്ന തീരുമാനത്തിലൂടെ ഈ ഒരു മാധ്യമ പ്രവർത്തകരെ കാണുന്ന ആ ഒരു സംസാരവും പറഞ്ഞു നിർത്തി ആസിഫ് അലി. കഴിഞ്ഞ ദിവസം ഇതുപോലുള്ള അപമാനിച്ചു എന്ന് പറയുന്ന ആ ഒരു ഇൻസിഡൻറ്റിലും ആസിഫ് അലി ഒരു പുഞ്ചിരിയോടുകൂടി തന്നെയാണ് ആ കാര്യത്തെ കൈകാര്യം ചെയ്തത്. അത്രയും മഹത്തായിട്ടുള്ള ഒരു പരിപാടിയെ അലങ്കോലപ്പെടുത്തണ്ട എന്നുള്ള തലത്തിലേക്ക് ആസിഫ് അലി പോയിരുന്നു. ഇത് ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ട ചില നല്ല ഗുണങ്ങളിൽ അദ്ദേഹം ജനിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല പ്രവർത്തികളിലൊന്നാണ് ആസിഫ് അലി അവിടെ പ്രകടമാക്കിയത്. എല്ലാവരും കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വന്നിട്ടുള്ള ആ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാധ്യമങ്ങളെ ആസിഫ് അലി കാണുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണാൻ മറക്കരുത്. പിന്നെ എനിക്കിതിൽ പറയാനുള്ള വേറൊരു വിഷയവും കൂടിയായിട്ട് എനിക്ക് ചേർത്ത് സംസാരിക്കാനുള്ളത്, നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ ഏറ്റവും മുൻപ് തലമുത്തപ്പനായിട്ട് നിൽക്കുന്ന നിലവിലെ ഏറ്റവും വലിയ നേതാവ് രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. സ്മൃതി ഇറാനിയെ സൈബർ ആക്രമണം ചെയ്യുന്നതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മൃതി ഇറാനി തോറ്റതിന് ശേഷം സ്മൃതി ഇറാനിയുടെ ഡൽഹിയിലെ വസതി ഒഴിയുന്ന ആ സാഹചര്യത്തിൽ സ്മൃതി ഇറാനിയെ താറ്റിപ്പായിക്കുന്ന ഒരുപാട് തെറികളും അതുപോലെ തന്നെ ട്രോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നല്ല രീതിയിൽ സ്മൃതി ഇറാനിക്കെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, സ്മൃതി ഇറാനിക്ക് എതിരെയുള്ള ഈ ഒരു സോഷ്യൽ മീഡിയ ആക്രമണം ഇത് നിർത്തണം, എത്രയും പെട്ടെന്ന് ഇത് നിർത്തണം, അത് ശരിയല്ല, തോൽവി എല്ലാവർക്കും ഉണ്ടാകും, തോറ്റു കഴിയുമ്പോഴത്തേക്കിൽ ആ മാനസികാവസ്ഥ അവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിൽ വീണ്ടും പോയി ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ അറിയിക്കുക, ഇതുപോലുള്ള തെറി വിളിക്കുക എന്ന് പറയുന്ന ആ ഒരു തരത്തിലേക്ക് പോകരുത് എന്നുള്ള പക്വതയാർന്ന ഒരു കാര്യം രാഹുൽ ഗാന്ധി പറയുകയുണ്ട്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയെ എത്ര വർഷമായിട്ട് രാഹുൽ ഗാന്ധിയെയും ഗാന്ധി കുടുംബത്തെയും കുറ്റപ്പെടുത്തിയും പരിദൂഷണം പറഞ്ഞുകൊണ്ടും തെറി പറഞ്ഞുകൊണ്ടും ട്രോളിക്കൊണ്ടുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ് സ്മൃതി ഇറാനി. അപ്പോൾ ആ ശത്രുവിനെ പോലും കുറച്ച് സമയത്തിൻ്റെ ഒരിതിൽ
ഒറ്റയടിക്ക് കുറച്ച് വാക്കുകളിൽ തന്നെ തോൽപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ആ ഒരു വിഷയവും ഈ ഒരു വിഷയവും എനിക്ക് അത് ഒരുപോലെ വന്നു. കാരണം ഒരുപോലെ ആയിട്ടാണ് തോന്നുന്നത്. ആസിഫ് അലി പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ പക്വതയാർന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശത്രുവിനെ ആ ഒരു ശത്രു ഉപയോഗിച്ച രീതിയിൽ പ്രവർത്തിച്ച് കാണിക്കുക, ശത്രുവിനെ വേറൊരു തലത്തിലേക്ക്, ശത്രുവിനെ പോലും ഇല്ലാതാക്കി കളയുന്ന ഒരു തലത്തിലോട്ടുള്ള പ്രതികരണത്തിലൂടെ നമ്മൾ തോൽപ്പിക്കണമെന്നുള്ള ഒരു വലിയൊരു മെസ്സേജാണ് ഇവരെല്ലാവരും നമുക്ക് തരുന്നത്. അത് കണ്ട് തന്നെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമുക്ക് ആസിഫ് അലിയുടെ ഈ ഒരു മാധ്യമങ്ങളെ കാണുന്ന ചെറിയൊരു വീഡിയോ കണ്ട് അവസാനിപ്പിക്കാം. ഞാൻ ഇതിനൊരു എക്സ്പ്ലനേഷൻ തരണമെന്നുണ്ടായിരുന്നു. കാര്യം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ എനിക്ക് സപ്പോർട്ട് തന്നുകൊണ്ട് ഓൺലൈനിലും ന്യൂസ് ചാനൽസിലും എല്ലാം നിങ്ങളെല്ലാവരും സംസാരിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ നടക്കുന്നത് ഞാൻ വിറ്റ്നസ് ചെയ്തു. അതിന് ഒരു അവസരം ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ മീഡിയ ആയിട്ട് ഒരു ഇൻട്രാക്ഷൻ ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്തൊരു അഭിപ്രായം പറയണമെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവണമെന്നൊന്നും ആഗ്രഹിച്ചില്ല. പക്ഷേ ഇന്നലെ ഉണ്ടാകുന്ന ഒരു ഹെയ്റ്റ് ക്യാമ്പയിനും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത്. അത് ആ മൊമെന്റിൽ അദ്ദേഹത്തിന് തോന്നിയത്, ഒന്ന് അദ്ദേഹത്തിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് തെറ്റി വിളിക്കുകയും അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു, വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി. അപ്പോൾ എല്ലാ മനുഷ്യരും ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഞാൻ മൊമെന്റ് കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ കാലിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മൊമെന്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് എവിഡൻ്റായി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിൻ്റെ അകത്ത് 100% ഒരു രീതിയിലുള്ള വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ളൊരു പിരിമുറുക്കത്തിലായിരിക്കണം. അല്ലാതെ എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല. അപ്പം ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ്. അത് ഇന്നലെ ഉച്ചയ്ക്കാണ്, എനിക്ക് നല്ല പനിയായിരുന്നു മിനിങ്ങാന്ന് പോകുന്നത്. അപ്പം ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാനിത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും ഇതിന് എന്ത് മറുപടി പറയണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനിലുമായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല. കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഒന്നുമില്ല. അതൊരു മൊമെന്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണത്. ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. എന്നോട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ എത്തിച്ചു. അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത്. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്.